ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് കറണ്ട് എനർജി നോക്കാം. എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ചില ആൾക്കാർ തമ്മിൽ വഴക്കിടുക, അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വഴക്കിടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് കുറച്ച് അവെയർ ആയിട്ടിരിക്കേണ്ടതാണ്. ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് നിങ്ങളെ മാരേജ് ചെയ്യണം. പക്ഷേ മാരേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഇടയിൽ വരുന്നു. ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. നിങ്ങളെ മാരേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവർ ആഗ്രഹിക്കും പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇത് കാരണം ഇവർ ദുഃഖിക്കുന്നു. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ആ ഒരു സമയം നമ്മൾ എന്തെങ്കിലും വലിയ രീതിയിൽ ഒരു തീരുമാനമെടുക്കും. അതേപോലെ നിങ്ങളുടെ പേഴ്സണിപ്പോൾ ഒത്തിരി ഒബ്സ്റ്റിക്കിൾസിൻ്റെ നടുവിലാണുള്ളത്. അപ്പോൾ അവർ എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതേപോലെ ഇവർ എടുക്കാൻ പോകുന്ന തീരുമാനം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് എടുക്കാൻ പോകുന്നത്, ഈ ഒരു ഒബ്സ്റ്റിക്കിൾസിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട്. കാരണം ഇവിടെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇവർ എടുത്തേക്കുന്നത്. ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരാളെ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും അവരുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അവർക്ക് വരാൻ പോകുന്ന സമയം വരുന്നതാണ്. ഇവിടെ ഇവരുടെ എനർജിയിൽ ദുഃഖം, വിഷമം, ഒത്തിരി തടസ്സങ്ങൾ, പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് ദുഃഖിക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ വിഷമവും പ്രശ്നങ്ങൾക്കിടയിലായാലും ഇവരുടെ സുഖവും സന്തോഷവും നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ്. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് ഇവർക്ക് ഒരു സമാധാനവും സന്തോഷവും അനുഭവപ്പെടുന്നത്. ഇവരുടെ സുഖം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ മാത്രമാണ്. ഇവിടെ നിങ്ങൾ ഇവരുടെ കൂടെ ഇല്ല എങ്കിൽ ഒരിടത്തും ഒരു സന്തോഷം ഇവർക്ക് തോന്നത്തില്ല, എപ്പോഴും ദുഃഖം മാത്രമായിരിക്കും എന്നാണ് ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തോ പ്രോബ്ലം വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കരിയർ പോയതായിട്ടോ, അതായത് കരിയർ നഷ്ടപ്പെട്ടു. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിൽ എന്തോ പ്രോബ്ലം, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് എങ്കിൽ അതിലെന്തോ പ്രോബ്ലം വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് വേറെ ഒരാളാണ് എങ്കിൽ അവർ ഇവരോട് പറഞ്ഞു കഴിഞ്ഞു, അതായത് നിൻ്റെ ആ ഒരു സ്നേഹമൊന്നും നടക്കത്തില്ല, നമ്മൾ പറയുന്ന ആൾ നിങ്ങൾ മാരേജ് ചെയ്യണം, ഇനി അതൊക്കെ വിട്ട് കളയണം എന്ന് മുഖത്ത് നോക്കി അച്ഛനും അമ്മയും പറഞ്ഞതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ലൈഫിൽ ഇവർക്കല്ല തീരുമാനം എടുക്കാൻ റോളുള്ളത്, ഇവരുടെ ഫാമിലി, അതായത് അച്ഛനും അമ്മയ്ക്കായിരിക്കും റോൾ. അപ്പോൾ അച്ഛനും അമ്മയും നേരിട്ട് ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് വളരെ റഫായിട്ടുള്ള ഒരു സംസാരമാണ് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ പേഴ്സണ് നേരിടേണ്ടി വന്നത്. ഫാമിലിയുടെ ഈ ഒരു റഫായിട്ടുള്ള ആ ഒരു സംസാരത്തിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഫാമിലിയിലുള്ള ആൾക്കാരുമായിട്ട് വഴക്കിട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവരുടെ എനർജി എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അധികാരം എനിക്കുണ്ട്, അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ഞാൻ എന്തും ചെയ്യുകയുള്ളൂ എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് എൻ്റെ വീട്ടിൽ എന്നോട് ഫാമിലിയിലുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പക്ഷെ അവർ പറയുന്നത് കേൾക്കത്തില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനായിരിക്കും തീരുമാനം എടുക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ഇനി ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ലൈഫിൽ ആരുടെയോ ഒരു മരണം സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇന്ന ആൾ മരിച്ചുപോയി എൻ്റെ ഫാമിലിയിലുള്ള, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹത്തിൽ ഒരു സംശയമുണ്ട് എങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാനാണ് അവർ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് പരീക്ഷിക്കാൻ സാധ്യമല്ല എങ്കിൽ ഇവരുടെ സ്നേഹം എത്രത്തോളമാണ് നിങ്ങളോടുള്ളത് എന്ന് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണോ അതേപോലെയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കുള്ളിൽ ഒരു ചേഞ്ചസും നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എങ്ങനെയാണോ അതേപോലെയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. നെക്സ്റ്റ്, നിങ്ങൾ ഒരിക്കലും കരയുന്നത് കാണാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല എന്നാണ് ഇവർ പറയുന്നത്.
അപ്പോൾ നിങ്ങൾ വളരെ ഇമോഷണൽ ലെവലിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഇമോഷണൽ ആകുന്നത് ഇവർക്കൊരിക്കലും കാണാൻ സാധിക്കുകയില്ല. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് നിങ്ങൾ പഴയതുപോലെ ഇപ്പോൾ ഇവർക്ക് ടൈം കൊടുക്കുന്നില്ല എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ പഴയതുപോലെ ചേസ് ചെയ്യാൻ പോകുന്നില്ല, പഴയതുപോലെ നിങ്ങൾ ഇവർക്ക് കെയറോ ഒന്നും കൊടുക്കുന്നില്ല, സമയം കൊടുക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇനി നിങ്ങൾക്ക് ഇവരോട് സ്നേഹമില്ലേ, നിങ്ങൾ ഇവരുടെ കാര്യങ്ങളെല്ലാം മറന്നു പോയോ, അതുകൊണ്ടാണോ നിങ്ങളിപ്പോൾ ഇവർക്ക് സമയമൊന്നും കൊടുക്കാത്തത് ഇവർക്ക് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ ഇവർക്കൊരു സോൾ ഷോക്ക് ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഇവരെ മറന്നു പോയോ എന്നുള്ള ആ ഒരു വിഷമം ഇവർക്കുണ്ട്. നിങ്ങളിപ്പോൾ പഴയതുപോലെ അല്ല, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ എന്താ എന്നെ പഴയതുപോലെ ചേസ് ചെയ്യാത്തത്, എന്താ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്, എനിക്ക് പഴയതുപോലെ എന്താ സമയം നിങ്ങൾ തരാത്തത്, അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഇവരുടെ ശക്തിയാണ്, അതുകൊണ്ടാണ് ഇവർക്ക് മറ്റുള്ളവരോട് വഴക്കിടാനും പോരാടാനുമുള്ള ആ ഒരു ധൈര്യം കിട്ടുന്നത് നിങ്ങൾ ഇവരുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ റോൾ ചെയ്യുന്ന ആൾക്കാരോടാണ് ഇവർ ഇപ്പോൾ പോരാടുന്നത് നിങ്ങൾക്ക് വേണ്ടി. കാരണം നിങ്ങളാണ് ഇവരുടെ സ്ട്രെങ്ത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അൺകണ്ടീഷണലായിട്ടാണ് ലവ് ചെയ്യുന്നത്. ഇവർ എന്തെങ്കിലും കണ്ടീഷൻ വച്ചല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്, വിത്തൗട്ട് കണ്ടീഷനിലാണ് നിങ്ങളെ ഇവർ സ്നേഹിക്കുന്നത്. ഇവർ നിങ്ങളെ സോളിനെയാണ് സ്നേഹിക്കുന്നത്, നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇവർ ഉള്ളത്. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് എന്തെങ്കിലും വഴക്ക് നടന്നിട്ടുണ്ട് എങ്കിൽ ഇവർ നിങ്ങളോട് പറയുന്നത് ഇതായിരിക്കും. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങൾക്ക് നല്ല പൊതുപോലെ അറിയാമെന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് തെറ്റ് ചെയ്തത് എന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ, പിന്നെ എന്തിനാ ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് പറയുന്നത്, നിനക്കറിയത്തില്ലേ എന്നുള്ള രീതിയിലായിരിക്കും വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളാണ് തെറ്റ് ചെയ്തത് എങ്കിൽ നിങ്ങൾ ആ ഒരു തെറ്റിന് പരിഹാരം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നാണ് ഇവർ നിങ്ങളോട് മെസ്സേജിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങളില്ലാതെ ഇവർക്കൊരിക്കലും ജീവിക്കാൻ സാധിക്കത്തില്ല എന്നാണ് നെക്സ്റ്റ് മെസ്സേജ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് വരാൻ പോകുന്ന സമയമുള്ളത്. ഇനി ഈ ഒരു മെസ്സേജ് എപ്പോഴാണ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നത്, എത്ര സമയത്തുള്ളിൽ റെസൊണേറ്റ് ആകുമെന്ന് നോക്കാം. 3 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. മിനിമം 3 അവേഴ്സ് തൊട്ട് 13 അവേഴ്സ് വരെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും. മാക്സിമം 3 ഡേയ്സ് അല്ലെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസൊണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.